കൊട്ടയോടി ചെറുവാഞ്ചേരി റോഡിൽ ചീരാറ്റയിൽ തകർന്ന കലുങ്കിന്റെ പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതോടെ ദുരിതത്തിലായി നാട്ടുകാരും യാത്രക്കാരും. കഴിഞ്ഞ മാസം അവസാനത്തോടെയായിരുന്നു ശക്തമായ മഴയിൽ റോഡിലെ കലുങ്ക് തകർന്നത്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാനായി കുഴിയെടുത്ത സ്ഥലത്തെ കലുങ്കാണ് ശക്തമായ മഴയിൽ പൂർണ്ണമായും തകർന്നുപോയത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിലെ കലുങ്ക് തകർന്നതോടെ തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായി ഈ റോഡ്. അപകട സാധ്യത മുൻനിർത്തി ഇതിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. KP മോഹനൻ MLA സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അപകടാവസ്ഥ ഒഴിവാക്കി ഗതാഗതം സുഗമമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ചയാണ് പുതിയ കലുങ്കിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. PWD റോഡ് മെയിൻ്റനൻസ് ഡിവിഷൻ കണ്ണൂരിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. നിലവിൽ ബെഡ് സ്ലാബ് പ്രവൃത്തിയാണ് നടക്കുന്നത്. 40 ദിവസം കൊണ്ട് തന്നെ റോഡിലെ കലുങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അതിന്റെ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ IK മിഥുൻ പറഞ്ഞു. കോൺട്രാക്ടർ പോൾ കണ്ണന്താനം, ഓവർസിയർ ശിഖ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. PWD മെയിൻ്റനൻസ് വിങ് ഈ ഒരു ഭാഗത്ത് 4 റോഡുകളാണ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. അതിലുള്ള കൊട്ടിയോടി ചെറുവാഞ്ചേരി റോഡിലെ കൾവേർട്ടാണ് ശക്തമായ മഴയിൽ തകർന്നു പോയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരുപാട് ഇവിടെയുള്ള സ്കൂൾ കുട്ടികൾക്കും പ്രദേശവാസികൾക്കെല്ലാം ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിയിട്ട് PWD മെയിൻ്റനൻസ് വിങ് 45 ദിവസം കൊണ്ട് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 45 ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു കൾവേർട്ട് ഫുൾ ഗതാഗതത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു ത്വരിതഗതിയിൽ ഇപ്പോൾ വർക്ക് നടന്നു വരുന്നുണ്ട്. നിർമ്മാണം തുടങ്ങിയിട്ട് 2 ദിവസമാണ്. ശരിക്കും ഇത് നമ്മൾ റോഡ് കട്ട് ചെയ്തതല്ല. സാധാരണഗതിയിൽ കട്ട് ചെയ്യുമ്പോൾ പകുതി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് മഴയത്ത് തകർന്നു പോയത് കൊണ്ട് മുഴുവൻ ഭാഗം അൺഫിറ്റാണ്. നിലവിൽ പകുതി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വാഹന ഗതാഗതത്തിന് ഫിറ്റല്ല. അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് മുഴുവൻ ഭാഗം പൊളിച്ച് കളഞ്ഞിട്ട് വളരെ പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇല്ല, നൈറ്റ് വർക്കില്ല, ഡേയിൽ തന്നെയാണ് വർക്കുള്ളത്. അതേസമയം ഈ ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതോടെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് നാട്ടുകാരും യാത്രക്കാരും. കൂടാതെ ചെറുവാഞ്ചേരിയിലേക്കുള്ള ബസ് ഗതാഗതം നിലച്ചതും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ സാരമായി ബാധിച്ചു. ഈ റോഡ് ഇങ്ങനെയായിട്ട് കുറേ കാലങ്ങളായി. പക്ഷേങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി തീർത്ത് തന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ട് കാണുന്നില്ല. നിങ്ങൾ അങ്ങനെ ഇവിടുന്ന് ചെറുവാഞ്ചേരി പോകേണ്ട ജനങ്ങൾ ഇവിടെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടി വന്നു പോകുന്നു. സ്കൂളിലെ കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും തന്നെ. ഇപ്പോൾ കലുങ്ക് തകർന്ന സ്ഥലത്തിന് സമീപം മാത്രമാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെറുവാഞ്ചേരിയിൽ നിന്നും ചിരാറ്റയിലെത്താനും തിരിച്ചു പോകാനും ഏറെ ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. ഇപ്പോൾ ആ പാലം അവിടെ പൊട്ടിയത് കാരണം ഇവിടെ ജനങ്ങൾ വളരെ ബസ് ഇവിടെ ഇറങ്ങിയിട്ട് ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം. അതിൽ പ്രായമുള്ള ആളുകളെല്ലാം ഉണ്ട്. ഒരുപാട് പ്രായമുള്ള ആളുകൾ, അവർക്ക് കഷ്ടപ്പാടാണ്. അവിടെ ഇപ്പോൾ തന്നെ അവർ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിലുള്ളത്. കാരണം അങ്ങോട്ട് കടന്നു പോകാൻ പ്രയാസം. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു മദ്രസയുണ്ട്. ചെറിയ പിള്ളേർ 5-6 വയസ്സായ പിള്ളേരുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാൻ പ്രയാസപ്പെടുന്നു. ഈ ലോറി പോകുന്നത് കാരണം അവർക്ക് നടന്നു വരാൻ പറ്റുന്ന പ്രയാസം. അങ്ങനെ ഉമ്മമാർ രക്ഷിതാക്കൾ കൊണ്ടുവന്നാക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ടും കൊണ്ടുവന്നാക്കുന്നു. വളരെ കഷ്ടപ്പാടുള്ളത്. ഇപ്പം പൂർണ്ണമായി നിരോധിച്ചു. അത് കാരണം പല രോഗികളായി കിടക്കുന്നവർക്ക് ഇതിൻ്റെ പണി പെട്ടെന്ന് നീങ്ങാത്തത് കൊണ്ട് പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഹോസ്പിറ്റലിലേക്കൊന്നും. റോഡാണ് രോഗികളായ ആളുകൾക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്നത്. ഇപ്പം 1/2 കിലോമീറ്റർ പോകേണ്ട 2-2.5 കിലോമീറ്റർ ഇറങ്ങി പോകണം. അങ്ങനെ പ്രയാസം. അപ്പോൾ വാഹനങ്ങളുണ്ടല്ലേ, അത് അങ്ങനെ കറങ്ങി ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ. വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതറിയാതെ ചിരാറ്റയിലെത്തി തിരിച്ചു പോകുന്ന വാഹനയാത്രക്കാരും നിരവധിയാണ്. ഈ കലുങ്ക് പൊട്ടിയതോടുകൂടി വാഹനങ്ങളൊന്നും പോകുന്നില്ല. അപ്പോൾ വളരെ ദുരിതത്തിൽ അനുഭവിക്കുകയാണ് ജനങ്ങൾ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് വാഹനങ്ങൾ ഇങ്ങോട്ട് പോയിക്കൂടാന്നുള്ളത് അവസ്ഥ മനസ്സിലാകുന്നത്. അങ്ങനെ തിരിച്ചിട്ട് അതിലെ വടക്കൻ മാക്കൂൽ വഴിയും അതുപോലെ തന്നെ അതിലെ ചുറ്റി പള്ളിപ്പാലം കടന്നും അങ്ങനെയൊക്കെയാണ് മദ്രസിൻ്റെ ആ റോഡ് വഴിയൊക്കെയാണ് ജനങ്ങൾ വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത്രയും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെറുവാഞ്ചേരി ഭാഗത്തുള്ള ആൾക്കാർ ബസ് ഇവിടെ ഇറങ്ങി ഇങ്ങനെ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു മാർഗം. ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതോടെ ചെറിയ വാഹനങ്ങൾ പാറമ്മൽ പീടിക കുയ്യേരി റോഡ് വഴി മദ്രസ റോഡിലേക്കും വലിയ വാഹനങ്ങൾ ചെറുവാഞ്ചേരി കല്ലുവളപ്പ് ശ്രീനാരായണമഠം റോഡ് വഴി മരപ്പാലം റോഡിലൂടെയുമാണ് വഴി തിരിച്ചുവിട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കലുങ്കിൻ്റെ നിർമ്മാണ പ്രവൃത്തി